ഓ, ഫൈറ്റിംഗ് സ്ട്രീറ്റ് മോസ്ക്. ഈ സ്ട്രീറ്റിന്റെ പേരാണ്. ഇവിടെ കുറെ പേരും ഇതൊക്കെയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ജുമാ മുബാറക്. പുള്ളിക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി ചൈനീസ് മുസ്ലിമിന്റെ കാറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ട് അങ്ങനെ എന്റെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ വുഹാൻ നഗരത്തിലോട്ട് പോവാണ്. വുഹാൻ നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റിവറാണ്. വാട്ട്സ് റിവറിനെ അല്ല, യാങ്സെ റിവറാണ്. യാങ്സെ റിവറിൽ ഏകദേശം 4-5 പാലങ്ങളുണ്ട്. അതിലൊരു പാലത്തിൽ കൂടെ ഇപ്പൊ നമ്മൾ പോകുന്നു. അപ്പുറത്ത് വേറൊരു പാലം, അതിന്റെ അപ്പുറത്ത് വേറൊരു പാലം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കൂടെ വേറെ കുറച്ച് പേരുണ്ട്. ഞാൻ പരിചയപ്പെടുത്തരാം. ഹേയ് ക്യാമറ ഷൈ, ഹലോ. വാട്ട്സ് യുവർ നെയിം? Halima. Where are you from? Pakistan. Oh, Pakistan. Okay, nice. Pakistani naana കേട്ടോ അവര്. And what are you doing here? I'm married to a Chinese. Oh, okay. So you are a sister. He's also Chinese. പുള്ളിക്കാരി ചൈനീസ് ഒരു ചൈനീസ് പയ്യനെ കെട്ടിയിട്ടുണ്ട്. And hi, what about you? Yes. What's your name? Where are you from? Fatma, and I'm also from Pakistan. Okay. ഫാത്തിമ പാകിസ്ഥാൻകാരിയാണ്. അപ്പൊ നമ്മള് ഈ കാറിലൂടെ പോകുന്നു. You guys want to say something more? Conquer the world with love. ആസാനല്ല ഉദ്ദേശിച്ചത്. നമ്മള് വേറൊരു ഏതോ ഒരു പാലത്തിൽ കൂടെ പോവാണ്. ഇവിടെ വേറൊരു സംഭവം എന്ന് പറയുമ്പോ ഇപ്പൊ കാറിന് ഒരു നമ്പർ ഇല്ലേ, ഈ ഒരു സ്പെസിഫിക് നമ്പർ ആയിട്ടുള്ള കാറ് ചില ബ്രിഡ്ജില് ഈ ഒരു ദിവസം പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിയ പാലം കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങ് നമ്മുടെ വുഹാൻ നഗരം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ ചൈനയിലെ ജ്വല്ലറി ഷോപ്പാണ് ഈ കാണുന്നത്. നമ്മുടെ ചൈനീസ് ഗോൾഡ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല രസത്തിലുള്ള മോഡലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടമൊക്കെയാണ് കേട്ടോ. ഫുട്ബോൾ ഇതാ നല്ല രസമുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാണോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് മോളിൻ്റെ ഉള്ളിലായിട്ട്. ഇത് ലക്കിൻ കോഫി. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർബക്സിനെ വെല്ലാൻ വേണ്ടി ചൈനീസുകാർ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ലക്കിൻ കോഫി. ലക്കിൻ കോഫിയിലും അത്യാവശ്യം ആളുകളുണ്ട്. നല്ലൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ഹോട്ട് പോട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എവിടെയാണ് നമ്മുടെ ഹോട്ട് പോട്ട് എന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ചൈനീസ് ഹസ്ബൻഡ്. ഹേയ് ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ്. പാകിസ്ഥാൻ ആൻഡ് ചൈന. ഇത് ഫുള്ള് നമ്മുടെ ഹോട്ട് പോട്ടിന്റെ കടയാണ്. ഇതാ പല ആളുകൾ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ പോയി കഴിച്ചേ ഉള്ളൂ. ഹോട്ട് പോട്ട് ഇവിടെ കുറേ പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു സോസ് ഉണ്ടാക്കുന്നതാണ്. ഇതില് എന്തോ പച്ചലയും എന്തോ മീറ്റൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു ഉണ്ടാക്കുവാണ്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ്. അവിടെ ഏതാ ഈ ഒരു സംഭവം? ഇത് നമ്മുടെ പീനട്ട് സോസാണ്. ഞാൻ ആക്ച്വലി വിചാരിച്ചു അത് മട്ടൻ കഷ്ണമെന്ന് വിചാരിച്ചു. അവരാദ്യം തന്നെ കൊണ്ടുവന്ന് നമ്മുടെ ബീഫ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡിങ് സംതിങ്? It's Malayalam. It's more tougher than Urdu. I cannot understand. It's our language. Yeah. India, like in the southern part. Assalamu alaikum. Juma Mubarak. Oh, nice. പുള്ളിക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി. നൈസ്. What else do you know in Hindi, Urdu? In Urdu, what else you know? Kya haal hai? Panchu.
ഈവൻ ബഹൻചൂത്ത് ബഹൻചൂത്ത് പുള്ളിക്കാരൻ പറഞ്ഞ ബഹൻചൂത്ത് എന്നാണ്. The cricket, you know the cricket, trans to Chinese called 板球. ബഹൻചൂത്ത് You say fast 板球. അവര് നമുക്ക് ബീഫാണ് കേട്ടോ നമുക്ക് ഗ്രില്ല് ചെയ്ത് തന്നത്. അത് ആ ബീഫ് നമ്മൾ ഇനി ആ പീനട്ട് ബട്ടറിൽ നമ്മൾ ചേർത്ത് കഴിച്ചു. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഗാംബേ ശേഷേ അവർ ഓരോ സമയവും പല വ്യത്യസ്തമായിട്ടുള്ള മീറ്റുകൾ ഇട്ടിട്ട് നമുക്ക് അത് ബാർബിക്യൂ ചെയ്ത് തരുവാണ്. അവര് റൈസ് കേക്ക് വെച്ചുണ്ടാക്കി എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കാടമുട്ടയാണോ? ഓ, ആ കാണുന്നത് നമ്മുടെ കാടൻ മുട്ടയാണ്. വാട്ട്സ് ദ നെയിം അക്കാസു? തപ്പോക്കി. തപ്പോക്കി. ഈ കാണുന്ന ഒരു കൊറിയൻ ബാർബിക്യൂ മിക്സ് വിത്ത് ചൈനീസ് ഒരു ഇതാണ് സംഭവമാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ റൈസ് പോലത്തെ സാധനം വന്നു. ഇവിടെ വേറെ സൂപ്പ് ആണ്. ദിസ് ഇസ് നോട്ട് ബ്ലഡ് സൂപ്പ് റൈറ്റ്? No, this is kimchi soup. Tofu. കെഞ്ചി തോഫു ആണ്, ബ്ലഡ് അല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഹോട്ട് പോട്ടിൽ പോയിട്ട് ബ്ലഡ് കഴിച്ചായിരുന്നു. പിന്നെ വേറെന്തൊക്കെയോ വന്നു. ഇതിന് മാത്രം അവർ സൂപ്പ് സ്പൂൺ തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിനെങ്കിലും സ്പൂൺ കിട്ടിയല്ലോ. ഹൗസ് ദ ടേസ്റ്റ് ഒക്കെ? It's good. കൊള്ളാം കേട്ടോ. A little bit spicy. എരിയുണ്ട്. 我可以吃。 നമ്മുടെ മുട്ടയുടെ വെള്ളം പോലെ ഉണ്ട്.可以 try. റൈസ് ഇത് വെച്ച് കഴിക്കുന്ന നോക്കിക്കേ. നമ്മുടെ It's fishy. I told you. ഇവര് റൈസ് കഴിക്കുന്നതും ഇത് വെച്ച് തന്നെയാണ്. ആകെ ഇങ്ങനെയുള്ള സൂപ്പ് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ശേഷേ See you next time. Not enemy, not enemy. Kolkata. Kelalabad. Oh, Kelalabad. Kalalabang. How to be there? Hennain, Kolkata. Welcome to Kerala. Going. 欢迎。 Going Kelalabad. Okay. എന്തി പറയും കേട്ടോ. ബഹൻചൂത്തം എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു. ഇവിടെ ആളുകളെ വിളിക്കുവാണല്ലോ. അയ്യോ ശേഷേ ഇവര് വിളിച്ചാണ് ആളുകളെ കയറ്റുന്നത്. അതെന്താ ബ്രോ? ലൈഫ് ഫിഷ് അക്വേറിയം. ബ്രോ കേരളത്തിന് എന്താ പറയുന്നത് ചൈനയില്? Kelalabad. കൊലാലാബാദ് എന്നാണ്. കേരളത്തിന്റെ ഖലാലാബാദ് എന്നാണ് കേരളത്തിന് ചൈനീസ് ഭാഷയിൽ പറയുന്നത്. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നുവാണ്. ഇത്രയും നാളായിട്ട് ഞാൻ അത് പഠിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ച കേരള എന്നാണ് പറയുന്നത്. ഖലാലാബാദ്. ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. പെട്രോൾ അടിച്ചതിനോട് ടിഷ്യൂ പേപ്പർ ഗിഫ്റ്റ് കൊടുത്തേന്ന് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നു ഇതൊക്കെ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഹലോ, എത്രയാ ബ്രോ പെട്രോളിന്റെ വില? ഡീസൽ 40 ലിറ്റർ 314 രൂപ. 40 ലിറ്ററിന് 314 രൂപ. 1 ലിറ്റർ 90 രൂപ അല്ലേ? 7.90 രൂപ. 1 ലിറ്ററിന് 90 രൂപ അടുപ്പിച്ച് തരും ഇന്ത്യൻ രൂപ. ഇന്ത്യയിൽ 110 115 എന്നാണ് കേട്ടോ ഇന്ത്യയിൽ. ഇവിടെ പിന്നെയും വില കുറവാണ്. ഇത് ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്നവർക്കാണ്. ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് ഒരു ടിഷ്യൂവിന്റെ ഇത് ഫ്രീ എടുത്തു. ഇതിന് എത്രയാ ടിഷ്യൂവിന്? 2 ഓ 3 രൂപ. ആ, ഇന്ന് വെള്ളിയാഴ്ച തന്നെ ആയതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ സമയം കിട്ടിയില്ല. അതാ ഇവിടെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. അതാണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട്. ഇതൊക്കെ പച്ചയാണ് കേട്ടോ. പച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പാകിസ്ഥാനികള്. ഇവരെല്ലാം പള്ളിയിൽ നിന്ന് പോയിട്ട് വരുന്ന ആൾക്കാരാണ്. പള്ളി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ എനിക്ക് ഈ വീഡിയോയിലൂടെ ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലൈവൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ ചോദിക്കാൻ. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് അതൊന്നും ഞാൻ ഫുള്ളായിട്ട് പറയില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ചൈനയിൽ. ഇതാ ഒരു സുഡാനിയൊക്കെ പോകുന്ന കേട്ടോ. എൻ്റെ അടിപൊളി കേട്ടോ. പുള്ളി മാർക്കറ്റിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോവാ. ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് താണ്ടെ കുറെ പേര് സംസാരിച്ചിരിക്കുന്നു. നല്ല കാഴ്ചകൾ കേട്ടോ. ഇവരെല്ലാം തൊട്ടടുത്ത് മാർക്കറ്റ് ഉണ്ട്. നമസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്ന കാഴ്ചയാണ്. ഇതാ അവിടെയും കുറെ പേരുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ വഴിയിൽ നിന്ന് തന്നെ ചാടി ഇറങ്ങി. ഈ കാണുന്ന സ്ഥലത്താണ്. ഇവിടെ അവർ കുറെ ബ്രെഡ് സംഭവങ്ങളൊക്കെ നമസ്കാരത്തിന് ശേഷം കുറെ വെൻഡേഴ്സിനെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇവിടെ ബ്രെഡ്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്.
ഇവിടെ നിന്ന് തന്നെ കുറേ ആൾക്കാർ നമസ്കാരത്തിന് ശേഷം അവിടെ കുറേ പേര് പാകിസ്ഥാനികളാണ് നമുക്ക് അവിടെ നിൽക്കുന്നത് കാണാം. ഇത് ബംഗ്ലാദേശികളാണെന്ന് ഒന്ന് കണ്ടിട്ട് അവരെല്ലാം പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. എവിടെ ബ്രോ പള്ളി? ആ ഒരു ഭാഗത്താണല്ലേ. ഇതാ ഇവിടെ നമസ്കരിച്ചിട്ട് ചാറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരാണ് കേട്ടോ. They are like Xinjiang people, I think. Yeah. ഇവിടെ തന്നെ ഫ്രൂട്ട്സ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇവിടെ മാംഗോ പഴവർഗ്ഗങ്ങള്. അസ്സലാമു അലൈക്കും. ആണ്ടേ ഇവിടെ പീച്ചൊക്കെയാണ് ഇവിടെ ഇട്ട് വിൽക്കുന്നത്. അതുകൊണ്ട് ചൈനീസ് മുസ്ലിമിന്റെ കാറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ളാഹ്. ഇവിടെ കോഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആക്ച്വലി മിസ്സായി കേട്ടോ, ലേറ്റായി. പള്ളിയിൽ വരാൻ വേണ്ടി ലേറ്റായി, അതുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല. 15 minutes late. അയ്യോ, ഈ കാണുന്നതാണ് കേട്ടോ പള്ളി. നല്ല രസമുണ്ട്. ഇവിടെ എന്താ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന? ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്? Last mosque. 如果绑姐的 Eid，the Eid 在这个。 ഓ, ഈദിന്റെ എന്തോ ഇതാണ്. വാട്ട് ഈസ് ദാറ്റ്? ദിസ് വൺ? This is last They mosque. say like celebrate Eid. എബോ. Above? Oh, it's like fighting street mosque. ഫൈറ്റിംഗ് സ്ട്രീറ്റ് മോസ്കോ. This the name of this street called fighting. ഓ, ഫൈറ്റിംഗ് സ്ട്രീറ്റ് മോസ്ക്. ഈ സ്ട്രീറ്റിന്റെ പേരാണ്. ഇവിടെ കുറെ പേരും ഇതൊക്കെയാണ്. അസ്സലാമു അലൈക്കും. ഇതാ ഇവിടെ അവര് മട്ടനോ ബീഫോ എന്തൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഇറച്ചിയുടെ കടകളാണ്. ഇവിടെ ഒരു ലോഡ് ആളുകൾ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇവിടെ എന്താ കരകളാണോ? അസ്സലാമു അലൈക്കും. പുള്ളി വുഹാനി എന്നാണോ എന്ന് ചോദിച്ചു നോക്കിയേ ബ്രോ, അതോ ഷിൻജാങ്? Hanan. ഹനാൻ. ഓ, ഐ വെന്റ് ഹനാൻ. 已经走过了这边。Man, Hanan, Xinjiang. Oh, mashallah. You know Arabic? 你可以说阿拉伯话吗？ Alabo? 一点点嘛。阿拉伯话。阿拉伯嘛那边那个 Arabia。 അറിയാമോ പുള്ളിക്കാരനെ? 一点一点，那么叽里叽里。ഈദി എത്തിയ. മീ ചൈനീസ് ചെഗുവ 大家中文话不大好。这是马马虎虎的。你是哪个国家的？都是印度。印度嘞，印度。是的。你我们是旅行者。旅行者。旅行者在刚中国过来的。OK， 谢谢马萨拉。ഇവിടെയും ഇതെല്ലാം മീറ്റിന്റെ കടകൾ തന്നെയാണ് ഇവരുടെ. ഓ, ഇവരുടെ ഏരിയ. അസ്സലാമു അലൈക്കും. കൊള്ളാം കേട്ടോ, നല്ലൊരു വൈബുള്ള സ്ഥലം. ഇവിടെ അവര് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരാടിനെ. എന്റെ ആടിന്റെ തല. ഇതൊക്കെ ഇറാനിലോ സൗദിയിലൊക്കെ ആണെങ്കിൽ അവര് കറി വെച്ചിട്ട് ഗസ്റ്റിന് കൊടുക്കും. എന്നിട്ട് ഇവിടെ അങ്ങനെ ആക്കും അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ആ കേട്ടോ, ഒരാടിനെ കട്ട് ചെയ്യാണ് ഇവിടെ. താണ്ടെ അവര് ഇത് കഴിഞ്ഞു കേട്ടോ. പുള്ളിക്കാരന്റെ താടി നല്ല രസമുണ്ട്. പുള്ളിക്കാരൻ അവരുടെ അസ്സലാമു അലൈക്കും അവരുടെ ഫേസിന് ചേരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി താടി. പുള്ളിക്കാരന്റെ താടി നല്ല അടിപൊളി താടി. അസ്സലാമു അലൈക്കും. മെയിലി. 他说好看，他说好 അടിപൊളി കേട്ടോ പുള്ളിക്കാരന്റെ താടി. ഭയങ്കര മാച്ചിങ്. 好看。 Ask him where he's from. 你来自哪里？我们是青海的，青海的，青海，青花。青海。പുള്ളിക്കാരൻ ഒരു സൗദിക്കാരനാണ്. പുള്ളിക്കാരൻ ഇവിടെ പഠിക്കുവാണ്. ദാ ഈ കാണുന്ന എല്ലായിടത്തും ചൈനയുടെ ഫ്ലാഗ് എന്തായാലും പള്ളിയിലെല്ലാം ഉണ്ടാവും. അതിവിടുത്തെ ഒരു നിയമം കൂടിയാണ്. അങ്ങനത്തെ കുറച്ച് നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ സംഭവങ്ങളുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ. ചെരുപ്പ് ഇടാം. ഇവിടെ വേണ്ട ഒരാളുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇവിടെ എന്താ സംഭവം കൊടുത്തിരിക്കുന്നത്? കാരണം ഓരോ ആഴ്ചയിലുള്ള നോട്ടീസും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം എനിക്കൊന്നൊരു കുടുംബക്കാരുടെ ഒരിതാണ് മനസ്സിലായത്. പള്ളിയുടെ അവരാണ് നോക്കുന്നത്. ഷിൻജിയാങ് അല്ലെങ്കിൽ ഒരു കുടുംബക്കാരെ നോക്കുന്നില്ല. ഇത് ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് അങ്ങനെ വല്ലതും ആണോ? ഹിന്ദു. أنا لوشينجر. أنا مسافر. So أنا How is your trip? Yeah, alhamdulillah, it's going well.
I actually came for Juma, but then I got late actually. So then she was saying like there are like rewards, so I'm like very curious, you know. Like, so that's why I just... അവിടെ ആക്ച്വലി ചൈനീസ് ആളുകൾ ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് മതം റിവോർട്ട് ചെയ്യാൻ വേണ്ടി അവർ എന്താ പറയുക അവിടെ എന്താ പറയുക അവർ പഠിക്കാൻ വേണ്ടി വന്നതാണ്. അവർക്ക് മതം റിവോർട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നതാണ്. ഇവിടെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രയർ ഹാള്. ഇവിടെ ഒരു 100-150 പേര് ഇരിക്കൂലേ. ഇതാണ് കേട്ടോ ഒരു പള്ളി. മാത്രമല്ല അപ്പുറത്ത് നമുക്ക് നമസ്കരിക്കാനുള്ള ഒരു ഭാഗമാണ്. ഇതൊക്കെ പള്ളിയിലുള്ള ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് കേട്ടോ. ഇവിടെ താഴെയും നമുക്ക് നമസ്കരിക്കാനുള്ള വേറൊരു ഇടമുണ്ട്. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ചൈനീസ് ഭാഷയിൽ, അതെനിക്കറിയില്ല. ഓ, ഇവിടെ അവരുടെ പുറത്തുള്ള എന്താ പറയുക വേറെ സംഭവമാണ്. ഇത് വുളു എടുക്കുന്ന ഇടമാണ്. നമ്മൾ വൃത്തിയാവുന്ന ശുചീകരണ സ്ഥലം. നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇതായിട്ട് സമയമില്ല എന്നുള്ള രീതിയിൽ പോവാണ്. നമ്മൾ ട്രെയിൻ പിടിക്കാൻ വേണ്ടി വുഹാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ബുള്ളറ്റ് ട്രെയിൻ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഞാൻ പെടും. So funny, we missed the train again. Then I will cry. രണ്ട് ട്രെയിന് നമുക്ക് കണക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ യുവു എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആദ്യം നാൻജിങ് വെസ്റ്റ്, നാൻജിങ്ങിലെ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് യുവു എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകാനുണ്ട്. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അറിയില്ല, എല്ലാം പോകും. മറ്റേ പാലത്തിന്റെ ആണെങ്കിൽ ഇവിടെ അണ്ടർഗ്രൗണ്ട് വേറൊരു പാലമുണ്ട്. അങ്ങനെ ഹാങ്കോ ടു വുഹാൻ കണക്ട് ചെയ്യുന്നത്, ഹാനിയാങ് വുഹാൻ കണക്ഷൻ ചെയ്യുന്നത്. ആ 3.5 അണ്ടർ വാട്ടർ ആണ് പോകുന്നത്. ഈ റിവറിന്റെ അടിയിൽ കൂടെ പോകുന്നത് 3.5 കിലോമീറ്റർ റിവറിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു റോഡ് ഇവിടെ ഉണ്ട്. പക്ഷെ അതിലൊന്നും പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. 3.5 കിലോമീറ്റർ റിവറിന്റെ അടിയിൽ കൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മള് ഡെഡ് എൻഡിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. കറങ്ങി അയ്യോ ഫുള്ള് ട്രാഫിക് ആണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന. നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ടോ? അതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിന്. നല്ല രസമുണ്ട് കേട്ടോ. ബുള്ളറ്റ് ട്രെയിനാണ് പോകുന്നത്. നമ്മുടെ ട്രെയിനാ പോകുന്നത്. നമ്മുടെ വുഹാൻ ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷന്റെ സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമുകളൊക്കെയാണ്. ഇവിടെ നല്ല തിരക്കാണ്. പോട്ടെ അല്ലോ, സമയായി. ട്രെയിൻ കിട്ടൂല തോന്നുന്നു. അവസാനം എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമ്മുടെ കറക്റ്റ് സമയത്തിനുള്ളിൽ നമ്മുടെ ട്രെയിനകത്ത് അവസാനം ട്രെയിന് ലേറ്റായി. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ട്രെയിൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നമ്മുടെ ട്രെയിൻ അല്ലാതെ തന്നെ വേറെ കുറേ ട്രെയിനുകൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. അവിടെ വേറൊരു ട്രെയിൻ വരുന്നത് കാണാം. ഇവിടെ വേറൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഇവിടെ കുറേ പേര് ലൈൻ ചെയ്ത് ഇപ്പുണ്ട്. എവിടെയാ വേറെ ചക്ക? ഇവിടെ നമുക്ക് ലൈന് വേണ്ടിയുള്ള ഈ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നില്ല എന്താണെന്നോ. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. ട്രെയിൻ വന്നത് തന്നെ അറിയാൻ പറ്റിയില്ല. ഇവിടെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഓപ്പൺ ആവും. പുള്ളിക്കാരൻ വന്നിട്ട് ലോക്ക് ചെയ്യും. ഇത് 2 ട്രെയിനുകൾ ഒരുമിച്ചുള്ളതാണോ കണ്ടിട്ട്? ഇവിടെ അവര് എൻജിൻ വെച്ചെന്തോ ഘടിപ്പിച്ചിരിക്കുവാണ്. ഈ ട്രെയിന് ഫ്രണ്ട് ഭാഗം, ഈ ഫ്രണ്ട് ഭാഗം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ചേർത്തിരിക്കുന്നതാണ്. അത് കൊള്ളാം സംഭവം. ഇവിടെ പക്ഷേ ഡ്രൈവറിനൊന്നുമില്ല. ഡ്രൈവറിന് ഇരിക്കാനുള്ള സ്ഥലം അവിടെയാണ്. കുറേ പേരുണ്ട് കേട്ടോ. അത്യാവശ്യം ഫുള്ളാണ്. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നത്. സിറ്റ് സംവെയർ എനിവേ. ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ആളുകളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ക്യാബിൻ ക്രൂസിന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സീറ്റാണ് കേട്ടോ. വാഷി സൈങ്ങക്ക പുള്ളിക്കാരി എന്തോ പറയാ. Go inside and don't make videos from here. ഇതാണ് നമുക്ക് ബാഗ് വെക്കാനുള്ള സ്ഥലം മുകളിലുണ്ട്. പിന്നെ ഇരിക്കാൻ 7B 12 നമ്മുടെ സീറ്റ് 7 ആണ് കേട്ടോ. 7B and 7C നമ്മുടെ സീറ്റ് ഇവിടെയാണ്. അയ്യോ സൈഡ് സീറ്റ് ഇല്ല. ഇവിടെയാണ് നമ്മുടെ സീറ്റ്.
啊，你想要坐这边吗？不是，我让我老头在后面坐车，叫他换个位置，你们也这两个就不要，没关系，没关系。谢谢。 What she saying? No, she's saying that because she was also about to change the seat, but because we are also the two, so it's fine, it's okay. OK。没事没事没事没事没事。没事。你好，你要去哪里？我要去泰宁。泰宁。大金湖，你们去哪里？厦门呢？你要去哪里？南京，West。我要去南京。我要去南京。去南京呢？南京。ഇതാണ് നമുക്ക് വരുന്ന സീറ്റ്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ്, വേറെ പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ വേറൊരു ഇതെന്ന് പറയുമ്പം 600 കിലോമീറ്റർ 700 കിലോമീറ്റർ സഞ്ചരിക്കാൻ നമ്മൾ 2 മണിക്കൂർ കൊണ്ടെത്തും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഫൈനലി ട്രെയിൻ കിട്ടി, ട്രെയിൻ എടുത്തു, ഒരു സമാധാനവും സന്തോഷമുണ്ട്. പിന്നെ ട്രെയിൻ ലേറ്റ് ആയാൽ നമ്മുടെ കണക്ഷൻ 10 minutes. ഓക്കെ, ട്രെയിൻ ലേറ്റ് ആയാൽ നമ്മുടെ കണക്ഷൻ മിസ്സാവും. ട്രെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാവ അമ്മൂമ്മ നമുക്ക് വേണ്ടി സീറ്റൊക്കെ മാറി തന്നു. ശേഷേ It's in the Buddhism. Amitabha, like God bless you. കേട്ടോ, നല്ല ഒരു സ്ത്രീ. അവര് ബുദ്ധ ഇതില് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞതാണ്. Taiwan. ഹിന്ദു 印度人呐。都健康哈。Stay healthy.健康长寿。നല്ല മനുഷ്യരാണ്, കണ്ടില്ലേ. നമ്മൾ നമ്മുടെ ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 350 സ്പീഡിലൊക്കെയാണ് ഇത് പോകാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നു. ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ് ചൈനയിലെ 350 ആണ്. അതുകൊണ്ട് തന്നെ മഴ സമയത്തൊക്കെ ഈ ബുള്ളറ്റ് ട്രെയിനുകൾ ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്പീഡിൽ പോകുമ്പോൾ മഴ ആയതുകൊണ്ട്. ബട്ട് ഇന്ന് മഴ പോയതെങ്കിൽ ഇന്ന് ലേറ്റ് ആയിരുന്നു. ഇതിപ്പോൾ 10 മിനിറ്റ് ലേറ്റാണ്. സാധാരണ ബുള്ളറ്റ് ട്രെയിനുകൾ അങ്ങനെ ലേറ്റ് ആവാറില്ല. എന്നാലും ഈ ഒരു ട്രെയിൻ ഇപ്പോൾ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. സ്റ്റേഷൻ എത്താറായി. അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ സ്പീഡ് കുറഞ്ഞു 97 ആയത്. ഇത്രയും നേരമായിട്ട് മാക്സിമം 260 സ്പീഡിലായിരുന്നു ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ 100-150 ട്രെയിൻ ലൈൻ പാതകൾ കാണും. ഈ കാണുന്ന എല്ലാം ട്രെയിനിൻ്റെതാണ്. ചിലത് ഇതുപോലെ ഹൈ സ്പീഡ്, ചിലത് നമ്മുടെ ലോക്കൽ ട്രെയിനൊക്കെ പോകാനുള്ള വഴിയാണ്. കണ്ടിട്ട് ഏതോ ഒരു വലിയൊരു ടൗൺ എത്തിയിട്ടുണ്ട്. പിന്നിൽ കാണുന്നത് മലനിരകളാണ്. ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഈ ഒരു സിറ്റിക്ക് പുറകിൽ വലിയ മല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ആ കാണുന്നത് നമ്മുടെ കണ്ടെയ്നർ ട്രെയിനാണ്. അത് നമ്മളങ്ങനെ ഒരു വലിയൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇതുപോലത്തുള്ള സ്കൈ സ്ക്രാപ്പേഴ്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ എലുമ്പ് കെട്ടിടങ്ങളാണ് എല്ലായിടത്തും. നമ്മുടെ നാങ്ചാങ് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് നേരത്തെയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നാൻചാങ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. ഇത് സിറ്റിയിൽ പോകുന്നതല്ല. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും വേറൊരു ട്രെയിനിലോട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് പോകണം. യെസ്, ഫൈനലി അങ്ങനെ എൻ്റെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫർ ഗേറ്റിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം വേറെ UV എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകാനുള്ള ട്രെയിനിലോട്ട് കയറാനായിട്ട്. ഈ കാണുന്നതായിരുന്നു നമ്മുടെ ബുള്ളറ്റ് ട്രെയിന്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് കണ്ടത്. എനിക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും നമുക്കിവിടെ പുറത്തോട്ട് വരണമെന്ന് തോന്നുന്നു. 1 മണിക്കൂർ ട്രാൻസ്ഫർ ടൈമുണ്ട്. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഈ കാണുന്ന അങ്ങറ്റം വരെ പല പല ഗേറ്റാണ്. ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ നല്ല രസമുണ്ട്. നല്ല കുഷൻ സീറ്റൊക്കെ ഇവിടെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കാനും പോലും സ്ഥലമില്ല. എല്ലായിടത്തും ഒക്കുപ്പൈഡ് ആയിട്ട് ഇരിക്കുക. ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഇതുപോലുള്ള ഗ്രോസറി സ്റ്റോറൊക്കെ ഉണ്ട്. ബട്ട് ഇതെല്ലാം എക്സ്പെൻസീവ് ആണ്. ഇതിന് നമ്മുടെ നാട്ടിലെ ഒരു 83 രൂപ, $1. And cucumber. കുക്കുംബർ ഫ്ലേവറാണ്. കുക്കുംബർ ഫ്ലേവർ കൊള്ളാലോ.
നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. നമ്മൾ അതുകൊണ്ട് ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് വേണം വാങ്ങിച്ചുകൊണ്ട് വരാൻ. ബട്ട് അതിനുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് പോലെ കൊണ്ടുപോകാൻ പറ്റിയ ഭക്ഷണ സാധനങ്ങളാണ്. ഇത് ചെറിയ ബിസ്ക്കറ്റ് പോലത്തെ. ഇതൊക്കെ എന്ന് പറയുമ്പം 28 യുവാനാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ 8, 16, 17, 32 ഒരു 350 രൂപ അടുപ്പിച്ചാണ് ഈ ഒരു ബോക്സ് 360 ഗ്രാമിൻ്റെ വരുന്നത്. പക്ഷേ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ എല്ലാ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഇതെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ നമ്മൾ അടുത്ത നമ്മുടെ ബോർഡിങ്ങിൻ്റെ സമയമായപ്പോൾ നമ്മൾ ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത് കാണുന്ന G137 6:40 നമ്മുടെ ട്രെയിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിന് മുമ്പ് അവർ ബോർഡിങ് എന്തായാലും സ്റ്റാർട്ടാവും. നമ്മുടെ ബോർഡിങ് നമ്മൾ ചെയ്യുവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വുഹാനിൽ പഠിക്കുന്ന ഒരു താൻസാനിയൻ പെൺകുട്ടിയെ കണ്ടിട്ട് കോയിൻസിഡൻ്റ് ആണ് കേട്ടോ. എല്ലാം എന്താണ്ട് ഇവിടെ ഞാൻ താൻസാനിയ എന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് താൻസാനിയൻ പെൺകുട്ടി ഡോണ്ട് ഡിസ്റ്റർബ് അതർ പീപ്പിൾ. നമ്മുടെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. ട്രെയിൻ ആകെ 2-3 മിനിറ്റ് നേരത്തെ ഓൾറെഡി വന്നിട്ടുണ്ട്. 34-ന് തന്നെ നമ്മുടെ ട്രെയിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ആക്ച്വലി 3 മിനിറ്റ് ഏർലിയാണ്. നമ്മുടെ ട്രെയിനിലോട്ട് നമ്മൾ പോവുകയാണ്. ഈ കാണുന്നത് എനിക്കൊന്ന് ഫസ്റ്റ് ക്ലാസ് ആണോ ഈ കാണുന്നത്? ഹലോ, ഐ ജസ്റ്റ് വാണ്ട് ടു റെക്കോർഡ്. യാ നോ ഇറ്റ്സ് ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു റെക്കോർഡ്. ഈ കാണുന്നതാണ് ദിസ് ഈസ് ഫസ്റ്റ് ക്ലാസ്. ഈ കാണുന്നതാണ് നമ്മുടെ ബിസിനസ് ക്ലാസ് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, നോ പ്രോബ്ലം. ബിസിനസ് ക്ലാസ് ആയിരുന്നു നമ്മൾ പോയത്. ഷീസ് കൺഫ്യൂസ്ഡ് ആക്ച്വലി. പിന്നെ പുള്ളിക്കാരി പോകാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഞാൻ പുതിയ വേർഡ് പഠിച്ചായിരുന്നു. മെനു റൈറ്റ് അക്ക? മെനു. The girls, you know, like menu. I will try remaining backside the menu എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനത്തോടെ എന്താ പറയുക പെൺകുട്ടികളെ പറയുന്ന ഒരു വാക്കാണ്. നമ്മുടെ ട്രെയിനിലോട്ട് കയറുവാണ്. 3ാമത്തെ ബോഗി. എല്ലാവരും സിഗരറ്റ് വലിച്ചിട്ട് അകത്തോട്ട് കയറുവാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സീറ്റ്. നമ്പർ 2ഉം നമ്പർ 7ഉം ആണ് പുറകിലോട്ട്. എല്ലാ ഇതും ഒക്യുപ്പൈഡ് ആണ്. അത്യാവശ്യം കുറേ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് ഈ ട്രെയിനിൽ. കം ഹലോ എൻ്റെ അമ്മ. നമുക്ക് സൈഡ് സീറ്റില്ലാന്ന് വന്നു കേട്ടോ. യെസ്, ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. പാവം കേട്ടോ, ഒരു നല്ലവനായിട്ടുള്ള അങ്കിള് നമുക്ക് വേണ്ടി മാറിത്തരുവാണ് പുള്ളിക്കാരൻ. നമ്മുടെ സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സീറ്റ് ഇവിടെയും ഒരു സീറ്റ് അങ്ങറ്റവുമായിട്ടാണ്. പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി മാറിത്തരുവാണ്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഭാഗമൊക്കെ തണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 സീറ്റിനായിട്ട് ആകെ 1 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെയിം നമ്മൾ നേരത്തെ ട്രെയിൻ തന്നെയാണ്. എൻ്റെ അത്യാവശ്യം വലിയ സീറ്റ്. ഇവിടെയും നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇതുപോലെ നടക്കും. നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ, ചൈനീസ് ആപ്ലിക്കേഷനിൽ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എർത്ത് ഹാപ്പൻ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. 2.6 മാഗ്നിറ്റ്യൂഡ് റൈറ്റ്. Which place? Guizhou. Guangzhou. Very. Guizhou. What they are exactly saying? They are saying the level and this one. only 2.6 is 2.6 മാഗ്നിറ്റ്യൂഡിൽ ഇവിടെ ഇപ്പോൾ എർത്ത് ക്വേക്ക് ഹാപ്പൻ ചെയ്യുന്നു എന്ന് പറയുവാണ് ചൈനയിൽ. എല്ലാം ഭയങ്കര ഇതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റേഷനും എത്തിയിരിക്കുവാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. എൻ്റെ അമ്മ. ട്രെയിന് 5 മിനിറ്റ് നിർത്തിയാൽ എല്ലാവരും സിഗരറ്റ് വലിക്കാൻ അപ്പം നിർത്തും. സിഗരറ്റ് വലിക്കാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി ഇതിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളങ്ങനെ അവസാനം ഇതായി നമ്മുടെ യുവു സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുവാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. എക്കാസു ലെറ്റ്സ് ഗോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി വഴി നമ്മൾ യുബു എന്ന് പറയുന്ന നഗരത്തിലോട്ട് വന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബെഡ്. ഇവിടെ നമ്മൾ യുബുവിൽ വേറൊരു ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ്. തൻ്റെ ഇവിടെ 2 ബെഡ് ആൻഡ് ദർ ഇസ് എ വാഷ്റൂം ആൻഡ് വി ഹാവ് എ ഗുഡ് വ്യൂ യുനോ. നമുക്ക് യുബുവിൻ്റെ മാർക്കറ്റ് വ്യൂ ആണ്. ഈ കാണുന്ന സ്ട്രീറ്റ് വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് ഉള്ളത്. ഞാൻ നേരെ റൂമിൽ പോയിട്ട് നേരെ വന്നത് ഭക്ഷണത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അവസാനം കുറേ നാൾക്ക് ശേഷം, കുറേ നാൾക്കല്ല കുറച്ച് നാൾക്ക് ഉള്ളിൽ ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അറബിക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. യമനി മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബട്ട് യമനി മന്തി കഴിഞ്ഞു. തൽക്കാലം മന്തി റൈസ് വരുന്നുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ടോ. ഞാൻ വേറെ കുറച്ച് പേരെ പരിചയപ്പെടുത്തിയിട്ടാണ്. ബ്രോ ഒരു ഹായ് പറയും. പേരെന്താ?
സനീൻ ആക്ച്വലി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ സനിയും നാൻജിക്ക് പഠിക്കുവാണല്ലേ? നാട്ടിലെവിടെയാ? ഓക്കെ. അപ്പം സനീൻ്റെ കൂടെ സനീൻ്റെ ഉപ്പയുടെ അടുത്തും മാപ്പയുടെ അടുത്തും പിന്നെ വേറെ കസിനല്ലേ, അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുകയാണ്. അവരോടൊപ്പമാണ് ഞാൻ പരിചയപ്പെടുത്തരാം. അസ്സലാമു അലൈക്കും. പേര് സ്ഥലം പറഞ്ഞോളല്ലോ. ഇക്ബാൽ. ഇക്ബാൽ. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 7 വർഷം. എങ്ങനെയുണ്ട് ചൈന? ഷെയറല്ലേ? അടിപൊളി. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഫാമിലി എല്ലാം നാട്ടിലാണോ? അല്ല, ഫാമിലി ഇവിടെ. ഓക്കെ ഓക്കെ. ബ്രോ നാട്ടിലെവിടെയാ? തിരൂർ തന്നെയാണ്. തിരൂർ ധാരാളം ഫോളോവേഴ്സ് ഉള്ളതാണ്. മലപ്പുറത്ത് നിന്നാണ് ആളുകൾ കൂടുതൽ വാച്ച് ചെയ്യുന്നത്, മലപ്പുറക്കാരാ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ നാളെ ആക്ച്വലി ഇവരുടെ കൂടെ ഇബു എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേൾഡ് ബിഗ്ഗസ്റ്റ് എന്താ പറയുക മാർക്കറ്റാണ്, ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും നാളെ ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനാണ് പ്ലാന്. അതുമാത്രമല്ല കുറേ ബിസിനസ് സാധ്യതകൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിയുന്നത് എനിക്ക് പറഞ്ഞു തരാനാകും. ഇവർ ആക്ച്വലി ഇവിടെ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ മന്തി റൈസ് വന്നിട്ട് കാണിക്കാം. How is the food? Is that your first time? Eka. No, I was doing that. What did you do, Eka? I just wanted food just because It's so bad. that was it. So bad. Sorry about that. You wasted the food. You did very bad thing, you know. That was it. That was it. ഒക്കെ അങ്ങനെ മാങ്ങയൊക്കെ തറയിൽ പൊട്ടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവു റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് വന്നിറങ്ങിയത്. ഇവുന്ന് നാൻജിങ്ങിൽ നിന്ന് ഇവു വന്നിട്ട് ഇവു മാർക്കറ്റിലോട്ട് വന്നു, മാർക്കറ്റ് ഭാഗത്തായിട്ട് വന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് സാധനങ്ങളൊക്കെ, അതായത് ഡെയിലി പർപ്പസിനൊക്കെ ഉള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു വലിയൊരു ട്രേഡ് സോണാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അടുത്ത ദിവസം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. എല്ലാവർക്കും ബൈ ബൈ.